സർ, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കോട്ട് ചെയ്യേണ്ടായി. അതായത് ചൊറിച്ചിലിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി ചൊറിഞ്ഞുകൊണ്ടാണ് മന്ത്രി ആരംഭിച്ചത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ലോക കേരള സഭ ഞങ്ങൾ ബഹിഷ്കരിച്ചു. ആ ലോക കേരള സഭയിൽ വെച്ചൊരു ഡോക്യുമെൻ്റ് ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണെന്നാണ്. ഈ ഡോക്യുമെൻ്റ് എന്താണ്? ഈ ഡോക്യുമെൻ്റ് സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് ഏൽപ്പിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ടാക്സേഷൻ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിൻ്റെ ബേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയ ഡോക്യുമെൻ്റാണിത്, നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയ ഡോക്യുമെൻ്റാണ്. സാർ ഈ വിഷയം പ്ലീസ്, നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചല്ലോ, ദയവ് ചെയ്ത് സാർ ഇത് കണ്ടില്ല. ഇതാണ് ഈ മന്ത്രിമാരെ എഴുന്നേറ്റ് എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അതുകൊണ്ടാണ്. അങ്ങേക്ക് വഴങ്ങണമെങ്കിൽ ഞാൻ വഴങ്ങാം. ഞാൻ തുടങ്ങിയല്ലോ. ഞാൻ പറഞ്ഞത് ഇത് കേരള മൈഗ്രേഷൻ സർവേ ഞങ്ങളൊരു ഒരു 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 വിഷയം ഞാൻ വിചാരിച്ചത് സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യുമെന്നാണ്. വളരെ ഗൗരവത്തോടു കൂടിയ ഒരു വിഷയം സംസാരിക്കുന്നതിനുള്ള ഒരു ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ മൈഗ്രേഷൻ സർവേ കൊണ്ടുവന്നത്. സർ, ഈ മൈഗ്രേഷൻ സർവേയിൽ പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അതിനേക്കാൾ രൂക്ഷം നമ്മൾ ജനപ്രതിനിധികളായ നമുക്കറിയാമല്ലോ, ഇതൊരു വലിയ ട്രെൻഡായി മാറിയേക്കല്ലേ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത്. നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്ത പണ്ട് സ്വർണ്ണക്കടയുടെ ഹോർഡിങ്സും ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഹോർഡിങ്സും ആയിരുന്നു. ഇപ്പം എന്താ? ജർമ്മൻ പഠിക്കൂ, നമുക്ക് ജർമ്മനിയിലേക്ക് പോകാം, ന്യൂസിലൻഡിലേക്ക് വരൂ, ഓസ്ട്രേലിയയിൽ പോകാം, കാനഡയിൽ വരാം. നിങ്ങൾ നോക്ക്, ഈ സ്റ്റേറ്റ് തൊട്ടുക്ക് റോഡിൻ്റെ ഇരുവശത്തുമുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് പോലും ഈ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഏജൻസികൾ സ്ഥാപിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റായി. ഇതൊരു സാധാരണ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലണ്ടനിൽ പോയി കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും പഠിച്ചതുപോലെയാണോ ഈ ട്രെൻഡ് കേരളത്തിൽ? എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തത്. ഇതൊരു ഗൗരവമുള്ള വിഷയമല്ലേ? നമ്മൾ നേരത്തെ ഗൾഫിലേക്ക് ആളുകൾ പോയിരുന്നല്ലോ, ഗൾഫിലേക്ക് ഒരു വലിയ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നടന്നിരുന്നല്ലോ. അന്ന് നമ്മൾ ആരെങ്കിലും ഇതുപോലെ ഉത്കണ്ഠ പറഞ്ഞിരുന്നു? ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഗൾഫിലേക്ക് പോകുന്നത് ജോലിക്ക് വേണ്ടി പോകുന്നതാണ്. അവിടെ നിന്ന് റെമിറ്റൻസ് വരും, അവരൊരു കാലം കഴിഞ്ഞാൽ തിരിച്ചു വരും, ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും, ഇവിടെ തന്നെ പൈസയൊക്കെ ഉണ്ടാവും, ഏറ്റവും മിനിമം ഒരു ബേക്കറിയെങ്കിലും തുടങ്ങും തിരിച്ചു വന്ന്. അത് ഒരുപാട് നമ്മുടെ ഒരു ബാക്ക് ബോൺ, ഇക്കോണമിയുടെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ. ഇതിനങ്ങനെയാണ് കാണുന്നത്. ഇതൊരു ട്രെൻഡായി തെറ്റിദ്ധരിക്കപ്പെട്ട് മന്ത്രി പറഞ്ഞു കേട്ടാൽ തോന്നും പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷം നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിന് എതിരാണെന്ന്. ആണോ? നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് അവസരം കിട്ടി അവർ പോയി പഠിക്കട്ടെ, അവർ ഹയർ എഡ്യൂക്കേഷൻ നേടട്ടെ, അതിനൊന്നും ഞങ്ങൾ എതിരല്ല. അതാണോ ഇപ്പം കാണുന്നത്? നിങ്ങളൊന്ന് നെഞ്ച് കൈവച്ച് ചോദിച്ചു, അതാണോ ഇപ്പം കാണുന്നത്? വീട് മുഴുവൻ പണയപ്പെടുത്തി 35 ലക്ഷം രൂപ 45 ലക്ഷം രൂപ വാങ്ങിച്ച് ഏത് സ്ഥാപനത്തിലാണ് പോകുന്നതെന്ന് അപ്പോൾ അവങ്ങൾക്ക് അറിയില്ല. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന കുട്ടികളോട് ചോദിക്കാം. ഇപ്പം കാനഡയിൽ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാൽ നല്ല, ഒരു കുഴപ്പമില്ല. അവിടെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിനേക്കാൾ നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്ക് കുഞ്ഞുങ്ങൾ പലരും പോകുന്നു. അത് നിങ്ങളറിയാമോ? അവിടെ എവിടെയാണ് പോകുന്നതെന്ന്? അവിടെ പോയി പഠിച്ചിട്ട് അവിടെ ഒരു സൈഡ് ജോലി കിട്ടാതേക്ക് ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവിടുത്തെ മലയാളി അസോസിയേഷനോട് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുന്ന മാതാപിതാക്കളാണ്. ഈ 35-40 ലക്ഷം രൂപ എല്ലാ വീടുകളിൽ പോവാണ്. ഇത് കേരളത്തിൽ നിന്ന് സൈഫൺ ചെയ്തു പോകുന്ന ഒരു ഹ്യൂജ് എമൗണ്ടാണ്. 2000-3000 കോടി രൂപ ഒരു വർഷം. അത് അടുത്ത വർഷം ആകുമ്പോൾ അത് 5000 കോടിയാവും പോവുകയാണ്. നേരത്തെ പണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ 100 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം കൊച്ചി സിറ്റിയിൽ വന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഒരു ബിൽഡിംഗ് വന്നാൽ 50 കോടി രൂപ അതിൻ്റെ ലേബർ ചാർജ് ഇനത്തിൽ കൊച്ചിയിലും പരിസര പ്രദേശത്തുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ പോകുന്നുണ്ടോ? ഇപ്പോൾ 50 കോടിയുടെ 10% നമുക്ക് കിട്ടും. 90% പോകുന്നത് ബംഗാളിലേക്കോ ഒറീസയിലേക്കുമാണ്. പൈസ സൈഫൺ ചെയ്ത് പോവുകയാണ്. കേരളത്തിൻ്റെ ഇക്കോണമി, ഒരു സർക്കുലർ ഇക്കോണമി ഉണ്ട് കേരളത്തിൽ, അത് പോവുകയാണ്. ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണ്? സോഷ്യൽ ഇമ്പാക്റ്റ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് സാർ. ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ്. വേൾഡ് പോപ്പുലേഷൻ ഡേ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യമായി മാറിയിരിക്കുകയാണ്. 1.44 ബില്യനാണ്. ലോകത്താകെ 8.1 ബില്യൺ പോപ്പുലേഷനുള്ള സമയത്ത് ഇന്ത്യയിലെ പോപ്പുലേഷൻ നമ്പർ 1 ആണ്. പോപ്പുലേഷൻ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത് അയ്യോ ഫാമിലി പ്ലാനിങ് വേണം, കൺട്രോൾ ചെയ്യണം, മറ്റൊരാൾ.
ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് ഏറ്റവും നല്ല പോപ്പുലേഷനുള്ള രാജ്യങ്ങൾ അവർക്കൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടെന്നാണ് അല്ലേ? ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കാരണം അവരുടെ യങ്ങർ ജനറേഷൻ അവരാണ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് പറയും. അവരാണ്, അതായത് ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, ആശ്രിതരായ ആളുകളെക്കാൾ കൂടുതൽ വർക്കിംഗ് ഏജ് ഉള്ള ഒരു പോപ്പുലേഷൻ ഉള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ മഹത്വം. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. സർ, ഈ മൈഗ്രേഷൻ, ഈ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഈ മൈഗ്രേഷൻ നമ്മുടെ ക്രീമായിട്ടുള്ള കുട്ടികളെ വല്ലാതെ നമുക്ക് നഷ്ടപ്പെടുകയും നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണം. സർ, അതുപോലെ ഇത് നോൺ GCC രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയാൽ അവർ തിരിച്ചു വരും. നമുക്ക് ഒരുപാട് സഹായം ഉണ്ടായിരുന്നു, റെമിറ്റൻസ് ഉണ്ടായിരുന്നു. ഇത് റെമിറ്റൻസ് ഉണ്ടാവുമോ? നിങ്ങൾ നോക്ക്, അതിൻ്റെ സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റാണ് മാത്യു കോളനാടൻ ഇവിടെ പറഞ്ഞത്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താ? ഇക്കണോമിക് ഇമ്പാക്റ്റ് ഈ പൈസ അങ്ങോട്ട് പോകുന്നതല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ പോയി ഒരു ജോലി ആയാൽ അവർ സാധാരണ സെറ്റിൽഡ് ആവും. ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ഡെറ്റാണ്. പിന്നെ അവരവിടെ സെറ്റിൽ ചെയ്യാണ്. കാരണം നമ്മളെക്കാളും നല്ല വെൽഫെയർ മെഷേഴ്സും പെൻഷനും സംവിധാനങ്ങളും ഉണ്ട്. തിരിച്ചു വരുന്നില്ല. തിരിച്ചു ഇവർ വീട്ടുകാരെ കൊണ്ടുപോവാണ്, മാതാപിതാക്കളെ. സത്യനന്ദിക്കാടിൻ്റെ മനസ്സിനക്കരെ എന്നുള്ള സിനിമയിൽ KPSC ലളിതയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ ഷീലയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, നിനക്ക് വലിയ സന്തോഷമായല്ലോ, നിന്റെ മക്കൾ കൊണ്ടുവന്നു. അപ്പോൾ അമ്മ പറയുന്നൊരു വാചകമുണ്ട്, എന്നോട് ഇഷ്ടമുണ്ടായിട്ട് കൊണ്ടുപോകുന്നതല്ല, അവിടെ മക്കളെ നോക്കാൻ ആരുമില്ല, മക്കളെ നോക്കാൻ ആളെ വെക്കണമെങ്കിൽ വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും, അതുകൊണ്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ആ കഥാപാത്രം പറയുന്നുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ N. മോഹനൻ്റെ ഒരു മനോഹരമായ കഥയുണ്ടായിരുന്നു, മകൻ എന്ന് പറഞ്ഞു. ഒറ്റ മകൻ, ഓർമ്മയില്ലേ? ആ മകൻ പോകുന്നതിൻ്റെ, ഞാൻ നമ്മുടെ കുട്ടികളൊന്നും വിദേശത്ത് പോയി അമേരിക്കയിലോ യൂറോപ്പിലോ പോയി പഠിച്ച് സെറ്റിലാകുന്നതല്ല ഇഷ്യൂ. ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഏത് രീതിയിലാണ് പോകുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ, വല്ലാത്ത രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടാകുന്നു. ഒരു ഏജൻസി മാത്രം 7000 പേരാണ് ഈ കഴിഞ്ഞ വർഷം വിട്ടത്. എവിടേക്കാണ് അവർ പോകുന്നത്? നമ്മുടെ കുട്ടികളല്ലേ പോകുന്നത്? നല്ല സ്ഥാപനത്തിൽ പോയിട്ടാണോ പഠിക്കുന്നത്? അവിടെ അവർ സെറ്റിൽഡ് ആവുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞല്ലോ കെയർ ഹോംസിൻ്റെ കാര്യം, മിക്കവാറും കുട്ടികൾക്ക് കെയർ ഹോംസിലാണ് ജോലി. കെയർ ഹോംസിലെ ജോലി മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയണം, ജോലിയെക്കുറിച്ചുള്ള അങ്ങനത്തെ മോശം ധാരണയൊന്നുമില്ല. പക്ഷേ നമ്മൾ വീട്ടുകാർ ധരിക്കുന്നത് പോലെ അവിടെ സർവ്വസുഖമാണ്, അങ്ങോട്ട് പോയാൽ എന്നുള്ളൊരു തെറ്റിദ്ധാരണ കേരളത്തിൽ ഉണ്ടാകുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. സർ, പല കാരണങ്ങളുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്താ കേരളത്തിൽ? ഇന്ത്യയിലെ നമ്പർ 1 ആണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൽ. എത്ര പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഇപ്പോൾ റിപ്പോർട്ട് വന്നതാണ്. കേരളത്തിലെ 31.8% കേരളത്തിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. നാഷണൽ ആവറേജ് 17%. നാഷണൽ ആവറേജ് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എക്കാലത്തെയും വലിയ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റാണ്. കേരളത്തിൻ്റേത് ഏകദേശം അതിൻ്റെ ഇരട്ടിയുടെ അടുത്ത് വരുന്ന തരത്തിൽ 31% അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കേരളത്തിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. സർ, അതുപോലെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞു, ഞാനത് തർക്കിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനോ അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് ആക്ഷേപം ചൊരിയാനോ ഒന്നല്ല കൊണ്ടുവന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി എല്ലാത്തിലും മന്ത്രി 2-3 യൂണിവേഴ്സിറ്റിയുടെ A+ എന്ന് പറഞ്ഞാൽ തീരുന്നതാണ്. സർ, കേരളത്തിലെ 10 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. എത്ര കോളേജുകളിലാണ് പ്രിൻസിപ്പൽമാരില്ലായിരുന്നു? ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ലായിരുന്നു. നമ്മൾ പഠിക്കുമ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും BScക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു 95% മാർക്ക് വേണം. എന്നാലും നല്ല കോളേജിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ BSc ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും സീറ്റുകൾ ഒഴിഞ്ഞിടക്കുകയാണ്. MSc പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രധാനപ്പെട്ട കോഴ്സുകളിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ പല പ്രധാനപ്പെട്ട കോളേജുകളും നിർത്തുകയാണ്. സർ, എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ വർഷവും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും ില്ലാത്ത ഒരുപാട് സ്വാശ്രയ കോളേജുകളൊക്കെ മുൻ ഭരണാധികാരികളുടെ കാലത്ത് അനുവദിച്ചതിന്റെ ഭാഗം കൂടിയാണ് ചിലത് പൂട്ടിപ്പോകേണ്ടതായി വരുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഉണ്ടല്ലോ, മോശപ്പെട്ട പഠന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകേണ്ടി വരും. ഞാൻ വീണ്ടും വൈക്കം മുഹമ്മദ് ബഷീറിനെ കോട്ട് ചെയ്യണ്ട. ഇപ്പോൾ വെറുതെ കഴിഞ്ഞ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പം അത് പൂട്ടിപ്പോണെന്ന് പറയും. എങ്ങനെയാ?
സാർ ഈ Are wielding? Yes. ഇങ്ങനെ പറയാണ് നമ്മൾ Yes. വെറുതെ ചൊറിയാ. അല്ല, VC നിയമനത്തിന്റെ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഈ സഭ ഒരു ബില്ല് പാസാക്കി നൽകിയിട്ട് അത് 1 വർഷത്തിലേറെ കാലം അടവച്ച് ഫ്രീസ് ചെയ്ത് ഇരുന്ന് പിന്നെ അത് സുപ്രീം കോടതി പോയപ്പോ പ്രസിഡന്റിനെ അയച്ചു കൊടുത്തത് ആരാണ് എന്നുള്ളത് ഞാനിവിടെ പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതല്ല. ഈ നിങ്ങളും ഗവർണറും തമ്മിലുള്ള തർക്കത്തില് കേരളത്തിലെ സർവകലാശാലകളും കേരളത്തിലെ വിദ്യാർത്ഥികളുമാണ് ബലിയാടായി പോകുന്നത്. നിങ്ങൾ അവരുമായിട്ട് സെറ്റിൽ ചെയ്യാൻ ചെയ്യും. അങ്ങിരിക്കി ഞാൻ വഴങ്ങിയില്ലല്ലോ. അങ്ങ് വഴങ്ങുന്നുണ്ടോ? അങ്ങ് വഴങ്ങുന്നുണ്ടോ? ഇല്ല. അങ്ങ് വഴങ്ങുന്നില്ല. പ്ലീസ്. സാർ, എന്റെ അനുവാദം വേണ്ടേ സാർ? ഞാൻ മന്ത്രിക്ക് 2 പ്രാവശ്യം വഴങ്ങി. അതിനു മുമ്പ് തന്നെ ഈ ധനകാര്യമന്ത്രി എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങാണ്. ഇങ്ങനെയാണോ? അങ്ങ് എഴുന്നേറ്റാ ഞാൻ വഴങ്ങാം. അങ്ങ് സംസാരിച്ചു തുടങ്ങാം. സാർ, കഴിഞ്ഞ ദിവസം മുഴുവൻ സംഭവിച്ചതാ. അങ്ങ് ഇന്നലെ പറഞ്ഞില്ലേ? ഇതിപ്പോ കണ്ടില്ലേ? അങ്ങ് കണ്ടില്ലേ? ധനകാര്യമന്ത്രി ഏതായാലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ FM വഴങ്ങിന്. അങ്ങ് വഴങ്ങുന്നുണ്ട് ഇപ്പൊ? സാർ, അദ്ദേഹം ഈ സഭയുടെയും കേരളത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രതിപക്ഷ നേതാവ്. ഈ സഭ പാസാക്കിയ ഒരു ബില്ല് നിയമസഭ പാസാക്കി ഗവർണറുടെ അടുത്തേക്ക് അയച്ചു. 10 VC-മാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞുകൊണ്ട് 10 വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് തടസ്സമുണ്ടായത് ഈ സർക്കാർ കാരണമാണോ? അതൊരു കേരളത്തിലെ പൊതുപ്രശ്നമല്ലേ? അങ്ങയുടെ മുന്നണി ഇപ്പുറത്തിരുന്നാലും ഞങ്ങൾ അപ്പുറത്തിരുന്നാലും നിങ്ങൾ അപ്പുറത്തോട്ട് മാറിയാലും ഒക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വൈസ് ചാൻസലർമാരടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം പറയുമ്പോൾ അങ്ങ് കാഷ്വലായ റെഫറൻസ് അല്ല ഇത് പറയേണ്ടത്. ഗവർണറുടെ നിലപാട് ഇന്ത്യയിലെ ആകെ ഇപ്പൊ ബംഗാൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ സുപ്രീം കോടതി പോയിട്ട് ഈ കേസ് നടക്കുന്നുണ്ട്. അത്ര ഒരു കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ എണ്ണിച്ചിട്ട് ആവശ്യമില്ലാത്ത തടസ്സം ഉണ്ടാക്കുന്ന രീതിയില്ല. അതുകൊണ്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ അത് അങ്ങയുടെ അഭിപ്രായവും ഗവൺമെന്റിന്റെ അഭിപ്രായം അല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ വൈസ് ചാൻസലർമാരുടെ നിയമനം നേരത്തെ നടന്നപ്പോൾ നിയമവിരുദ്ധമായ രീതിയിൽ നിങ്ങളും ഗവർണറും ഒരുമിച്ച് ചേർന്നാണ് ഈ അനധികൃതമായ നിയമനം നടത്തിയത്. ഞങ്ങൾ അന്ന് അതിനെ ചോദ്യം ചെയ്ത ആളുകളാണ്. സാർ, അവര് ഞങ്ങൾ അന്ന് 2 പേരെ എതിർത്തു. കാരണം പ്രോ ചാൻസലർ എന്നുള്ള നിലയിൽ വൈസ് ചാൻസലറുടെ അപ്പോയിന്റ്മെന്റിൽ ഇടപെടാൻ പാടില്ല വിദ്യാഭ്യാസ മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അത് ഇടപെട്ടു. അവര് 2 കത്തുകൾ എഴുതി. ആ 2 കത്തുകൾ നമ്മുടെ സർവകലാശാലകളുടെ സ്വയംഭരണ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന കത്തുകളാണ്. സുപ്രീം കോടതി വിധി എന്താ? അൺനെസസറി ആയിട്ടുള്ള ഇന്റർവെൻഷനാണ് പ്രോ ചാൻസലറുടെ നേതൃത്വത്തിൽ നടന്നത്. അപ്പൊ ഇവരും ഗവർണറും കൂടി അന്ന് ഒരുമിച്ചായിരുന്നിട്ട് നോ ഐ ആം നോട്ട് ഈൽഡിങ്. അവരും ഗവർണർ, ഞാനൊരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. നിങ്ങൾ എന്ത് ഇത്ര അസ്വസ്ഥ? അപ്പൊ ഇവരും ഗവർണറും തമ്മിൽ അന്ന് ധാരണയിലായിരുന്നു. UGC നോംസ് കംപ്ലീറ്റ് വയലേറ്റ് ചെയ്ത് വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ്മെന്റ് നടത്തി. സാർ, കോടതി ഇടപെട്ടിട്ടില്ലേ ഈ വൈസ് ചാൻസലർമാരെ എല്ലാവരോടും? അവരെല്ലാവരും മോശക്കാരായിട്ടുള്ള ആളുകളായിട്ടല്ലല്ലോ. എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അതിനകത്ത്? അക്കാഡമീഷ്യൻസ് ഉണ്ട്. നമുക്കറിയാവുന്ന എല്ലാവരും ഒന്നല്ല, കുറച്ച് പേരുണ്ടല്ലോ. അവർ പോലും രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ട എന്താ? നിയമം ലംഘിച്ച് നിങ്ങളും ഗവർണറും കൂടി കൂട്ടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ബാക്ക് ഡോറിൽ കൂടി കൊണ്ടുവരാൻ നടത്തിയ ശ്രമമാണ്. അതാണ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പരിതാപകരമായി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സാർ, പല കോഴ്സുകളിലും ആളുകളില്ല. നമ്മൾ ആലോചിക്കണ്ടേ? നമ്മുടെ കരിക്കുലം ഫ്രെയിം, നമ്മുടെ പുതിയ കാര്യങ്ങൾ, പുതിയ കോഴ്സുകൾ. ലോകത്ത് മാറ്റം ഉണ്ടാകുകയാണ്. ലോകത്തിന്റെ പുതിയ സർവകലാശാലകൾ വരും. നിങ്ങളല്ലേ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാൻ ഞങ്ങൾ ഇവിടെ ആലോചിച്ചപ്പോൾ എന്തൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നിങ്ങൾ ആ മനുഷ്യൻ, TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ അദ്ദേഹത്തിന്റെ കരണക്കുറ്റികളിൽ അടിച്ചത്. അതായത് ഈ അടിച്ചവന്റെ അപ്പൂപ്പനാവാൻ പ്രായമുള്ള ആളാണ്. ആ അമേരിക്കൻ അംബാസഡർ ആയിരുന്ന TP ശ്രീനിവാസൻ റോഡിൽ കിടന്നിരുന്ന വീണുപോയ കാഴ്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തിനാ ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്ത വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളൊരു തീരുമാനമെടുത്തപ്പോഴാണ് നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങളുടെ പോളിസി? ഇപ്പൊ നിങ്ങൾ വിദേശ സർവകലാശാല കൊണ്ടുവരാൻ പോവാ. നല്ല കാര്യം, മനസ്സിലായ? ഇതൊക്കെ നിങ്ങൾ ചെയ്താണ്. അതെല്ലാം ചെയ്തിരുന്നു
നേരത്തെ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വന്നിരുന്നു. ഇവിടെ പഠിക്കാൻ കുട്ടികൾക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൈഗ്രേഷൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. സർ, ഇത് ഞങ്ങൾ പറയുന്നത് മിനിസ്റ്റർക്ക് എന്തെങ്കിലും അതിനുശേഷം പറയാം. അവർക്ക് അതിനുശേഷം പറയാമല്ലോ. സാർ, ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത് ഇത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു സാധാരണഗതിയിൽ പിള്ളേർ പഠിക്കാൻ പോകുന്ന ഒരു ട്രെൻഡല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് കേരളത്തിന് വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന, കേരളത്തിൻ്റെ ഒരു ക്രീമായിട്ടുള്ള ഒരു പോപ്പുലേഷനെ നഷ്ടപ്പെടുന്ന, കേരളം ഏജ്ഡായിട്ടുള്ള ഒരാളുകളുടെ സ്ഥലമായി മാറാൻ സാധ്യതയുള്ള അപകടകരമായ ഒരു ട്രെൻഡ് ഉണ്ട്. കുട്ടികൾ പോകണ്ടെന്നൊന്നുമല്ല, അത് ഗൗരവത്തോടുകൂടി പഠന വിധേയമാക്കി എന്താണ് സംഭവിക്കുന്നത്, കുട്ടികൾ കബളിപ്പിക്കപ്പെടുന്നുണ്ടോ, കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നുണ്ടോ, നല്ല യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത്, നല്ല കോഴ്സിനാണോ ചേരുന്നത്, ഇതെല്ലാം അന്വേഷിക്കാനും ഇതിനുള്ള ഒരു സിസ്റ്റം, ഒരു മെക്കാനിസം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാതെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഗംഭീരമാണ്. അതുകൊണ്ടാണ് പിള്ളേർ 17 വയസ്സിൽ അങ്ങോട്ട് പോകുന്നത്. 17 വയസ്സിൽ അങ്ങോട്ട് പോവാ, യൂണിവേഴ്സിറ്റി ഗംഭീര. സാർ, ഇത് ഞങ്ങൾ വിചാരിച്ചത് ഗൗരവത്തോടു കൂടി ഗവൺമെന്റ് ഇതിനോട് പ്രതികരിക്കുമെന്നും, ആ ഗൗരവത്തോടു കൂടി പ്രതികരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതിന്റെ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ പഠിക്കാം എന്ന് പറയുമെന്നാണ് കരുതിയത്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ സാർ, ഇത്രയും നെഗറ്റീവായ, ഇത്രയും നിഷേധാത്മകമായ, എല്ലാവരെയും ഇങ്ങനെ പുച്ഛിച്ചു തള്ളുന്ന, ആരും ഇങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ നിഷേധാത്മകമായ സമീപനം നിങ്ങളിത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോവാണ്. നിങ്ങളുടെ ഇന്നത്തെ വേഴ്സ് അതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും.